ഹായ് നമസ്കാരം. ഞാൻ ചാത്തന്നൂർക്കാരൻ ചങ്ങാതി സുധീ കോതേരി. ഞാനിപ്പോൾ നിൽക്കുന്ന കടക്കാവൂരാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് 2 ദിവസമൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ പതിവില്ലാത്ത കണക്ക് നല്ല മഴയും കാര്യങ്ങളാണ്. പതിവില്ലാത്ത കണക്ക് മുറ്റത്തിച്ചിരി വെള്ളം കിടക്കുന്നുണ്ട് തോന്നി. ഒരു ഡൗട്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് വെള്ളം വലിയ പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ഇടവസരയിൽ കാണുമെന്ന് വെച്ചാൽ ഏക്കർ കണക്കിങ്ങനെ ഒരു വയൽ കണക്ക് കിടക്കണം. കടക്കാവൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് താഴെയാണ് നമ്മുടെ വീട് പൈപ്പിൻ്റെ ഒക്കെ. അപ്പോൾ അവിടെ നല്ല ഇടവസരയിലുണ്ട് ഈ വയലിൽ മൊത്തം വെള്ളം കയറി കിടക്കുന്നുണ്ട്. സ്ലാബിനോട് തട്ടി എന്നുള്ള സെറ്റപ്പിലായി. വല സൈഡ് വസ്തുവാണ്. പിള്ളേരെ കറക്റ്റ് ഉറക്കമായി. പക്ഷേ എനിക്ക് വീണ്ടും ഒരു ഡൗട്ട്. കാരണം ഞാൻ ഉറക്കമല്ല, കാരണം എനിക്ക് ഡൗട്ടുണ്ട്. കാരണം വെള്ളം കയറില്ലെന്ന് സംശയം. അങ്ങനെ എന്തായാലും കഥവ് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒന്ന് കഥവ് തുറന്ന് നോക്കിയപ്പോൾ സംഭവം വിഷയമാണ്. മുറ്റത്തൊക്കെ വെള്ളമായി, ഫുള്ള് വെള്ളവും കാര്യങ്ങളായി. എന്തായാലും ഇവിടെ നിന്ന് മാറാതെ വേറെ നിവർത്തിയില്ല. കാരണം ഇനി തീർന്നെന്നാണ് തോന്നുന്നത്. അത്ര സംശയത്തോടെയാണ് നിന്നത്. എൻ്റെ ബുള്ളറ്റൊക്കെ നല്ല വെള്ളം കയറി ഒരു പരുവായി. ഈ മഴയത്തിന് അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ട് മേലോട്ടോണം പോകാനേ പറ്റും, അല്ല വേറെ നിവൃത്തിയില്ല. ഏകദേശം കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും പണി പാടി. ആ മുറ്റത്തുനിന്നുള്ള വെള്ളം നേരെ പരിക്കകത്ത് കയറി, പരിക്കകത്ത് ഫുള്ള് വെള്ളമായി. ഇപ്പോൾ എല്ലാവരും തങ്ങളെ കൊണ്ട് ചെന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം ചോദിച്ചത് ഇങ്ങനെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞില്ല, അങ്ങനെ വെള്ളം കയറിയിട്ടില്ല, പണ്ടങ്ങാണ്ട് കയറിയിട്ടുള്ളൂ, എന്തായാലും ഒരിക്കലും കയറത്തില്ല എന്നാണ് പറഞ്ഞത്. സാധാരണ വൈഫിൻ്റെ അനിയത്തിയുടെ ഉണ്ടാകുന്നത്, അതാണ് മോള് പറഞ്ഞത്. അവളെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ മേല അത് മഴവെള്ളം കയറുമെന്ന്, അതുകൊണ്ട് വരാഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മോനെ കയറ്റിയിരുത്തി മോനെ കൊണ്ടാക്കണം, മോളെ തിരിച്ചു കൊണ്ട് കൊണ്ടാക്കണം. എല്ലാവരും കുറച്ചിട്ട് മാറിയ, കാരണം ഇനി വെള്ളം കയറാൻ നല്ല ചാൻസ് ഉണ്ട്. അത്രയ്ക്കും നല്ല മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കും.